ഗൗരവ സ്വഭാവം കൂടുന്നതായി തന്നെയാണ് കാണുന്നത്. ആദ്യം ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും SFIOയുടെ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പ്രതിപ്പട്ടികയിൽ എങ്ങനെ വന്നു, പ്രതിപ്പട്ടികയിലുള്ള മറ്റുള്ളവർ, അവർ നടത്തിയ ഇടപാടുകൾ, ഇതെല്ലാം പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം മുഖ്യമന്ത്രിക്ക് നൽകിയേ മതിയാകുകയുള്ളൂ. കാരണം ഈ പ്രതിപ്പട്ടികയിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തിനാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? അവിടെ എന്തുകൊണ്ട് നേരത്തെ നിയമസഭയിൽ കാണിച്ച ആർജവമൊന്നും ഇല്ലാത്തത്? ഒരുപക്ഷെ നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ ഇതിലൊന്നും ഉത്തരവാദിയേ അല്ല എങ്കിൽ ധൈര്യസമേതം ഇത് പൊതുസമൂഹത്തിലേക്ക് പറയാമല്ലോ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഇത് ബോധ്യപ്പെടുത്താമല്ലോ. പക്ഷേ അവിടെയൊന്നും ഇത് പറയാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കണക്കുകളിലൊന്നും ഒരു വ്യക്തതയും നൽകാൻ കഴിയുന്നില്ലല്ലോ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും. CPMന്റെ പ്രതിരോധങ്ങളും CPMന്റെ ന്യായീകരണ തൊഴിലാളികളുടെ പ്രതിരോധങ്ങളും ഒക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി വീഴുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല ന്യായങ്ങളും, എനിക്ക് തോന്നുന്ന വീണാ വിജയൻ പോലും പറയാത്തതായിട്ടുള്ള ചില ന്യായീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ വലിയ ലോജിസ്റ്റിക്സിൻ്റെ ഒരു വലിയ വിദഗ്ധ കമ്പനിയായിരുന്നു അത്രേ എക്സാലോജിക്ക്. വീണാ വിജയൻ പോലും അത് അവകാശപ്പെട്ടതായി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു വെറും കടലാസ് കമ്പനി സോഫ്റ്റ്വെയറിൻ്റെതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയതെന്നല്ലാതെ അതിൻ്റെ പുറകിൽ എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എന്നെ സ്ഥാപിച്ചത് ഒരു വലിയ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വലിയ കമ്പനി ഉടമയാണെന്നൊക്കെ പറയുന്ന വാദങ്ങൾ എത്ര ബാലിശവും ദുർബലവുമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നത് വളരെ ദയനീയമാണ്. അതിന് സാദൃശ്യം പറയാനായിട്ട് ഇറാഖിലെ സദ്ദാം ഹുസൈനും മഹാഭാരതവും ഒക്കെ കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ നിന്ന് പിഴയ്ക്കാൻ വഴിയാത്ത ദൗർബല്യമുള്ള വാദങ്ങളായതുകൊണ്ടാണ്. അത് പോകട്ടെ. ഇവിടെ രോഹിണി ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രധാന അംശം ഒന്നും പറയാനില്ല രോഹിണി. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആളുകളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അദ്ദേഹം ബോധപൂർവം മൗനം പാലിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് വളരെ എളുപ്പം. അതിന് വലിയ അതിബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇവിടെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പാർട്ടിയുടെ ഇപ്പോഴത്തെ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് പറഞ്ഞപ്പോൾ അവിടെയും ആ നിക്കക്കള്ളി ഇല്ലാതെ വന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ എന്തോ കാരണത്താൽ അദ്ദേഹത്തിനും പറയേണ്ടതായിട്ട് വന്നു. അല്പം കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പാർട്ടി അതിൻ്റെ രീതിയിലായി കാര്യങ്ങൾ ചെയ്തോളും, അല്ലാതെ ഇതിന് വേറെ ഒന്നും മുഖ്യമന്ത്രിയെ ഒന്നും ഇതിനകത്ത് വലിച്ചഴക്കേണ്ട കാര്യമില്ല എന്ന് പതിവ് പോലെയുള്ള വഴുവഴുപ്പൻ മറുപടി അല്ലാതെ കാര്യമാത്ര പ്രസക്തമായി ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ സ്ഥിതി എന്താണ്, അതിനകത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹജമായ ഒരു വിശദീകരണം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമതൊരു കാര്യം രോഹിണി പറയേണ്ടതായിട്ടുള്ളത്, ഈ പറയുന്ന ഈ ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള ഈ CMRL കമ്പനിയുമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായ KSIDC എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഷെയർ ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി CMRLന് കിട്ടുന്നതായിട്ടുള്ള പ്രതിഫലത്തിൻ്റെ ഒരംശം ഇവർ വഹിക്കുന്ന ഷെയറിൻ്റെ ഭാഗമായി സർക്കാരിന് കിട്ടേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ഈ പറയുന്നതായിട്ടുള്ള CMRLൻ്റെ, അതായത് ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള CMRLൻ്റെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഈ KSIDCയുടെ വളരെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അംഗമാണ്. അപ്പോൾ അവിടെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുമ്പോൾ സ്വാഭാവികമായി KSIDCയുടെ പ്രതിനിധി, അതായത് സർക്കാരിൻ്റെ പ്രതിനിധി ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്, ഇവിടെ ആരും ചൂണ്ടിക്കാണിക്കാത്തതാണ്. അപ്പോൾ ഈ 1.72 കോടി രൂപ എക്സാലോജിക്കിന് സേവനത്തിൻ്റെ പ്രതിഫലമെന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകണമല്ലോ. അങ്ങനെ വന്നപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയായി അതിൽ പങ്കെടുത്തയാൾ എങ്ങനെയാണ് ഈ സേവനം ലഭിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അറിയാനോ ബാധ്യതയുള്ളയാളാണല്ലോ. നമഃ ശിവ എന്നൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഈ സർക്കാരിൻ്റെ പ്രതിനിധി. അദ്ദേഹം അവിടെ പോയി സിറ്റിംഗ് ഫീസും മറ്റെല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് KSIDCയുടെ അക്കൗണ്ടിൽ പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ KSIDCയുടെ ചങ്ങാത്തം ഈ പറയുന്ന ശശിധരൻ കർത്തായുടെ കമ്പനിയുമായി ഉണ്ടായതെങ്കിൽ അതിൻ്റെയും മുഖ്യമായിട്ടുള്ള കണ്ണിയായി പ്രവർത്തിച്ചത് തീർച്ചയായും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളായിരിക്കും.
കാരണം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ളതായ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായ വകുപ്പിൻ്റെ കൂടെ നിയന്ത്രണത്തിലുള്ള KSIDC സ്വാഭാവികമായി ഒരു സ്വകാര്യ കമ്പനിയുമായി ഒരു ഇടപാട് നടത്തുമ്പോൾ ആ സ്വകാര്യ കമ്പനിയുടെ സ്വാധീനം എത്ര വലുതാണെന്ന് കാണണം. അപ്പോൾ രോഹിണി, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല ഈ ശശിധരൻ കർത്താവിൻ്റെ ഈ ഏർപ്പാടുകൾ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അയാൾക്ക് ഒരുപാട് കമ്പനികളുമായി ബന്ധമുണ്ട്. അത് പലതും ഷെൽ കമ്പനികളാണ്, കടലാസ് കമ്പനികളാണ്. കാരണം ഈ പണമൊക്കെ, കള്ളപ്പണമൊക്കെ വെളുപ്പിക്കാനും വകമാറ്റി ചെലവഴിക്കാനും ഒക്കെ കണ്ട ഉപാധികളാണ് പല കമ്പനികൾ. അതെല്ലാം ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണത്തിൽ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം, ഈ 1.72 കോടി രൂപ കൊടുത്തതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ന്യായീകരണമോ വിശദീകരണമോ ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2013 നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള സർവാധികാരമുള്ള ഇന്ത്യയിലെ മുഴുവൻ കമ്പനികളെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചപ്പോഴാണ് ഇതിനകത്ത് വലിയ തകരാറുകളുണ്ട് എന്ന് കാണുകയും ഈ അധികാരമുള്ള സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ഓരോന്നോരോന്നായി രോഹിണി ചോദിച്ചതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ല എങ്കിൽ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മൗനം ഭഞ്ജിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. കാരണം ആരോപണത്തിൻ്റെ മുനകൾ അദ്ദേഹത്തിലേക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആരവത്തിൽ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ എല്ലാം മധുരമയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു പക്ഷേ സമയമില്ല എന്ന് സാങ്കേതികമായി പറയാൻ കഴിയാം. എന്നാൽ ഇതെപ്പോൾ താമസിയാതെ മടങ്ങി വരുമല്ലോ. മടങ്ങി വരുമ്പോൾ അന്വേഷണത്തിൻ്റെ മൂർച്ച വർദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ് പരോക്ഷമായും പ്രത്യക്ഷമായും ഈ പറയുന്ന ശശിധരൻ കർത്താവിൻ്റെ കമ്പനിയുമായി ചില ഡീലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഡീല് മുഴുവൻ ക്രമം തെറ്റതാണ് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ സ്റ്റാറ്റ്യൂട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് PMLA ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെയുള്ള ദേശീയ ഏജൻസികളും ഈ രംഗത്തേക്ക് കടന്നു വരികയും ഇതിൻ്റെ ഈ ഡയമെൻഷൻ എത്രയാണ്, ഇതിൻ്റെ മാനം എത്രയാണ്, ഇതിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് നന്നായി പരിശോധിക്കുകയും ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ, അത് മുഖ്യമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, അവരെ എല്ലാം 1, 2, 3, 4 എന്ന ക്രമത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് സാധാരണ പൊതുസമൂഹം ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.